ഹലോ, കുറേ ആയല്ലോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ട് ഓർമ്മയ്ക്കെന്ന് പറഞ്ഞ് എടുത്ത് വെക്കുന്ന കുറേ കുട്ടി കുട്ടി സാധനങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതൊരു പെട്ടി നിറച്ചായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ക്യൂട്ട് സാധനമാണല്ലോ, ഞാനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന്. സോ ഇൻ ദിസ് വീഡിയോ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാനിങ്ങനെ ഈ കൂട്ടി കൂട്ടി വെക്കുന്ന കൊച്ചു കൊച്ചു സാധനങ്ങളുടെ ഒരു വീഡിയോ ഡോക്യുമെൻറ്റേഷനാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദോസ് തിങ്സ്, വെൽക്കം ടു മൈ സ്റ്റോറി. ആൻഡ് ഇതൊരു ക്രോണോളജിക്കൽ ഓർഡറിലൊന്നുമല്ല ഞാൻ വെച്ചിരിക്കുന്നത്, മൊത്തത്തിലൊരു മിക്സ് ആണ്. ചിലപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ 5 വയസ്സിൽ സൂക്ഷിച്ചൊരു സാധനം കാണാൻ പോകുന്നത്. മൊത്തത്തിലൊരു മിക്സ് ആണ്. സോ ഇതൊരു ബൊക്കെയാണ്. ഇത് ആക്ച്വലി അലീന ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് കിട്ടിയ ബൊക്കെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ബ്രൈഡ്സ് മെയ്ഡ് ആവുന്നത് അലീന ചേച്ചിയുടെ കല്യാണത്തിനാണ്. 2025 ഓഗസ്റ്റിലായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയ ബൊക്കെയാണ്. പിന്നെയുള്ളത് ഇതൊക്കെ എൻ്റെ സ്കൂൾ ഐഡന്റിറ്റി കാർഡ്സ് ആണ്. ആക്ച്വലി കുറച്ച് കോമഡിയാണ്. ഇതെൻ്റെ 10th ഐഡന്റിറ്റി കാർഡാണ്. ഫേസ് ഞാൻ കാണിക്കുന്നില്ല. ആൻഡ് +2 എവിടെ? ഇത് +2. ആൻഡ് ഇത് മഹാരാഷ്ട്രയിലെ ഈ സൈഡിലുള്ള സാധനം പൊട്ടിയിരിക്കാം. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് കോളേജിലൊക്കെ എത്തിയപ്പോൾ ശീലമാണ്, സംസാരിച്ചിട്ട് ഇങ്ങനെ അടിക്കും. അടിച്ചടിച്ചടിച്ച് പൊട്ടിപ്പോയി. സോ കുറച്ച് നേരം കൂടി കഴുത്തി കിടക്കണം. സോ അത് പിന്നുള്ളത് ഇപ്പം ലാസ്റ്റ് ഞാനൊരു ഫോട്ടോഷൂട്ട് പോലെ നടത്തിയിരുന്നു. അപ്പം അതിന് ഞാൻ മേടിച്ച വൈറ്റ് റോസസ് ആണ്. എൻ്റെ ഫസ്റ്റ് എവർ ഫോട്ടോഷൂട്ട്. അതായത് എവിടെയെങ്കിലും കല്യാണത്തിന് ഒരുങ്ങി പോകുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കും എന്നല്ലാണ്ട് എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി എടുക്കുന്ന എൻ്റെ ഫസ്റ്റ് ഫോട്ടോയാണത്, ഒരു വൈറ്റ് ഡ്രസ്സിൽ. അപ്പം അതിന് ഞാൻ മേടിച്ച ഒരു 5 വെള്ള റോസയാണ് ഇപ്പോൾ ഇങ്ങനെ. ആൻഡ് ഇതെനിക്ക് ആരോ എവിടെന്നോ കൊണ്ടുവന്ന ചോക്ലേറ്റാണ്, എനിക്ക് ഓർമ്മയില്ല. ഇന്ത്യൻ അല്ല, വേറെ പുറത്ത് കൊടുത്ത ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. ഓർത്ത് കിട്ടിയാൽ ഞാൻ പറയാം. ഇത് അതിൻ്റെ ഉള്ളിലെ കവർ. അതുപോലെ ഇതും ആരോ മേടിച്ചു തന്ന ഒരു മിൽക്കി ബാറാണ്. എനിക്ക് ചെറുപ്പത്തിൽ സ്കൂൾ ടൈമിൽ ഈ മഞ്ചാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിരുന്നു. അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. സോ ഇനി അങ്ങോട്ടുള്ള ഈ വീഡിയോയിൽ കുറേ മഞ്ചാടിക്കുരി കാണും. ഈ ഒരു കവറിൽ കുറേ ഉണ്ട്, കുറേയല്ല, ഒരു പിടിയുണ്ട്. ഇതൊക്കെ ചത്തിട്ടുണ്ടാവും, ഇതിനുള്ളിൽ സീഡൊക്കെ ചത്തിട്ടുണ്ടാവും. ജീവൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ SLC പാസ്സായിട്ട് 10 കൊല്ലമായി. അപ്പോൾ നല്ല പ്രായമുണ്ട്. ആൻഡ് ഇത് എൻ്റെ ഫ്രണ്ട് അഞ്ജലി, അവളും അബിയും കൂടി വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മേടിച്ചുകൊണ്ട് തന്ന പേനയാണ്. ഞാൻ ചുമ്മാ എൻ്റെ പേര് എഴുതി നോക്കിയെന്നല്ലാണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എനിക്കെന്തോ ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ തോന്നി, എഴുതാൻ തോന്നുന്നില്ല, സൂക്ഷിച്ചു വെക്കാൻ തോന്നി. ഇത് ആക്ച്വലി എൻ്റെ 16ാമത്തെയാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, 16അല്ല, എൻ്റെ 16ാമത്തെ ബർത്ത്ഡേക്ക് എൻ്റെ സിസ്റ്റർ ലിറ്റിലും എൻ്റെ കസിൻ സിസ്റ്റർ അമ്മു അനുശ്രീ, അവർ രണ്ടും കൂടി എനിക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി തന്ന 2 ബർത്ത്ഡേ കാർഡ്സ് ആണ്. ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇത് അമ്മു എഴുതി തന്നതാണ്. പുള്ളിക്കാരി ഒരു കേക്കിൻ്റെ പടമൊക്കെ വരച്ച് ഹാപ്പി ബർത്ത്ഡേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് എഴുതി തന്ന. ആൻഡ് ഇതിൽ നമ്മൾ ഇപ്പോഴും കോമഡി ആയിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മളിങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് പറയില്ലേ, ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് എന്ന് പറയില്ലേ, അതിന് പുള്ളിക്കാരി എനിക്ക് 16 എന്ന് പറയുമ്പോൾ അവർക്കൊരു 8 വയസ്സ് കാണും. 8 വയസ്സ് വ്യത്യാസമുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ 8 6 ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരി എഴുതിയതാണ്. അപ്പോൾ ഐ ആം ഇൻക്ലൂഡിങ് മൈ സ്പീച്ച് വേർഡ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. ബട്ട് ഷീ ക്യൂട്ട്. അത്ര ചെറുപ്പത്തിൽ അവൾ എനിക്ക് കാർഡൊക്കെ എഴുതിയിരുന്നു. ആൻഡ് ഇത് മാളു എഴുതിയതാ. മാളുവിന്റെ സാഹിത്യം ഞാൻ പറഞ്ഞുതരാം. ഇതിലൊരു പൂവും ഒരു ചിത്രശലഭവും ഉണ്ട്. ഈ ചിത്രശലഭം പോലെ പറക്കട്ടെ ലോകം മുഴുവൻ എന്ന് എഴുതുന്നതാണ്. അപ്പൊ അവൾക്ക് 12 വയസ്സ് കാണും. അന്ന് എനിക്ക് എഴുതി തന്നത്.
ഇത് ഭയങ്കര ഒരു ട്രഷർ പോലെ ഞാൻ സൂക്ഷിക്കുന്നത്. കാരണം ഇനി അവർ എഴുതുമെന്ന് എനിക്കറിയില്ല. നാളെ ഇടയ്ക്ക് എഴുതി തരാറുണ്ട്. ഇനി എഴുതി തന്നാലും ഇല്ലെങ്കിലും ഇതുപോലെ വരില്ലല്ലോ. സോ ഇറ്റ്സ് ക്യൂട്ട്. മേ ബി എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ലവ് ലെറ്റർ. ആൻഡ് ഇത് ഒരുമാതിരി പ്രപ്പോസൽ ബോക്സ് പോലെയല്ലേ. വിൽ യു ബി? ആക്ച്വലി ഇതില് നേരത്തെ പറഞ്ഞ പോലെ മഞ്ചാടിക്കുരുവാണ്. ഇതിന്റെ ആണ്ട് കഴിഞ്ഞു തോന്നുന്നു. അത്രയ്ക്ക് പഴയതായി കാണാൻ പറ്റുന്നതല്ലേ. അത്രയ്ക്ക്, അതായത് റെഡ് മാറി ബ്രൗണും മാറി ബ്ലാക്ക് ആയി, ആ കളറായി. ഞാനിതിൽ ഈ ക്യാപ്പിലിട്ട് സൂക്ഷിക്കുന്നതാണ്. ആൻഡ് ഇതിൽ വേറൊരു ബിറ്റ് ഓഫ് പേപ്പർ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ എൻ്റെയും അച്ഛൻ്റെയും കൊച്ചിൻ്റെയും ഫോൺ നമ്പറാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഇത് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേഴ്സിൽ വെച്ചിരുന്ന പേപ്പറാണ്. കാരണം പുള്ളിക്കാരി വയ്യാതൊക്കെ ഇരുന്ന സമയത്ത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും വയ്യാണ്ട് വന്നാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ റൂം ക്ലീൻ ചെയ്തപ്പോൾ ഇത് കണ്ടു. അപ്പോൾ എനിക്ക് കുറച്ച് ഇമോഷണൽ ആയപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. ആൻഡ് ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കോളേജ് ക്യാമ്പ്, കോവിഡ് ടൈമിലായിരുന്നു എൻ്റെ 3rd ഇയർ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ടൂർ പോയി. മൂന്നാർ മറയൂർ ഭാഗത്തായിരുന്നു ടൂർ പോയി. അപ്പോൾ ഞാൻ അവിടുത്തെ ഏതോ ഒരു പാറപ്പുറത്ത് നിന്ന് എടുത്ത കല്ലാണ് ഒരു ഓർമ്മയ്ക്ക്. ഓട്ടോഗ്രാഫ് ബുക്ക് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ. ഇതിൽ വിമൽകുമാറൊക്കെ ഉണ്ടല്ലോ. വിമൽകുമാർ ഓക്കെ. അപ്പോൾ കിട്ടിയതാണ്. ഇത് +2 സമയത്ത് കൺസെഷൻ കാർഡ് കിട്ടത്തില്ലേ, KSRTC ബസ്സിൽ ട്രാവൽ ചെയ്യാൻ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റാന്ന് തോന്നുന്നു. ഫുള്ള് ടിക്കറ്റ് തീർത്തു. എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ എന്നുവെച്ചാൽ 3 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. ഇതൊക്കെ എൻ്റെ ഏതോ പഴയ ഡയറി ഞാൻ കീറി വെച്ചത്, ആരും കാണാതിരിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഞാൻ പണ്ട് ഡയറി എഴുതുമ്പോൾ ആ ഡേയുടെ വൈബ് ഏതാണോ അതിന് ഞാൻ ഇമോജി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് 2017 ഏതോ ഒരു 18ാം തീയതി. എനിക്ക് അത്ര നല്ലതായിരുന്നില്ല അത്ര. ഇന്നലെയും മിനിഞ്ഞാന്ന് വയറുവേദനയായിരുന്നു, പീരീഡ്സ് ആയിട്ട്. ഒബ്വിയസ്ലി സാഡ് ആയിരിക്കും. ഇത് ആക്ച്വലി എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ബെസ്റ്റ് ഗ്യാങ് ആയിട്ടുള്ള ഒരു 5 പേരുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ 5 പേരുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു സീത, ഞങ്ങൾ ഉണ്ണിന്ന് വിളിക്കും. അപ്പോൾ അവൾ എനിക്ക് 3rd ഇയർ ആയപ്പോൾ, 3rd ഇയർ 2nd ഇയറിൽ എപ്പോഴും തന്നൊരു ഫോട്ടോയാണ്. അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് പോയി. അതൊരു പരിവായിട്ടുണ്ട്. സോ ഉണ്ണീർ നീ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ പറഞ്ഞ അലിന ചേച്ചിയുടെ ഫസ്റ്റ് ഞാൻ ഒരു ബ്രൈഡ് സ്റ്റോറി വരുന്നത് ബ്രൈഡ്സ് മെയ്ഡ് ആയല്ലോ. അപ്പം അതിന് കിട്ടിയ വെഡ്ഡിങ് ഇൻവിറ്റേഷനാണ്, കല്യാണക്കുറി. എനിക്ക് കിട്ടിയ എല്ലാ ഇൻവിറ്റേഷനും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എടുത്ത് വെച്ച ഒരു വെഡ്ഡിങ് കാർഡാണ് ലൈഫിൽ. കാരണം ബ്രൈഡ്സ് മെയ്ഡ് ആയത് ആദ്യമായിട്ട് ഇതിലാണല്ലോ. ഇതിൻ്റെ കൂടെ ഇതെല്ലാം കൂടി ഒരുമിച്ചാട്ടോ തന്നെ. സോറി, ഇത് മിക്സ് ആയിപ്പോയി. ഇതും പിന്നെ എനിക്ക് കുറച്ച് ഗുഡീസ് ഉണ്ടായിരുന്നു, അതെവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. ആൻഡ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആൽബത്തിലെ കുറച്ച് ഫോട്ടോസാണിത്. ഇത് മൊത്തത്തിൽ നശിഞ്ഞു. ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ, പഴയ വീട്ടിൽ നിന്ന് മാറിയെന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പണ്ട് മാറിയതാണ്. പക്ഷെ അത് നനഞ്ഞു. ദിസ് ഈസ് മീ. ഇപ്പം മെലിഞ്ഞുണങ്ങിയിരിക്കണമെങ്കിലും പണ്ട് ഞാൻ ഒരു വെളുത്ത് തുടുത്ത് എവിടെയോ ഒക്കെ ഉണ്ടായിരുന്നു. അത്രേ ഇതൊക്കെ പോയി. കാണാൻ പറ്റുന്നുണ്ടോ? EM ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ്റെ അമ്മ, സെക്കൻഡ് റിലേറ്റീവ്സ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ പോയി. ഇതെനിക്ക് +2 പഠിക്കുമ്പോൾ കിട്ടിയ ക്രിസ്മസ് കാർഡാണ്. ദേവികയാണെന്ന് തോന്നുന്നു എനിക്ക് തന്നെ. അല്ല, അനിഷ. ആൻഡ് ഇത് എൻ്റെ നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡെത്ത് കൺഫേം ചെയ്യല്ലോ. ECG എടുത്താൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആവണമല്ലോ. അപ്പം അത് കൺഫേം ചെയ്യുന്ന ആ ഒരു ECG ആണ്. ഇത് ആരുടെയെന്ന് എനിക്ക് അറിയില്ല, 2 വേർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചെറിയ ഈ
എനിക്ക് മെറ്റീരിയലിസ്റ്റിക് ഇമോഷൻസും ഉണ്ട്. ആ വേർഡ് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ സാധനങ്ങളോടും എനിക്കൊരു ഇമോഷൻ ഉണ്ട്. ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ ഷർട്ടോ പാൻറ്റോ ഒക്കെ മറ്റൊരാൾ വന്നിട്ട് ചവിട്ടിയോ ഇങ്ങനെ പിടിച്ച് തിരുമിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരോട് ശത്രുത വരും. അങ്ങനെ മെറ്റീരിയൽസിനോട് ഇമോഷൻ ഉള്ള ഒരാളാണ് ഞാൻ. അതൊരു നല്ല കാര്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്കതുണ്ട്. അപ്പോൾ ഇത് സുപ്രാച്ചൻ്റെ എൻ്റെ അച്ചാച്ചൻ്റെ ആണോ അച്ഛമ്മയുടെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. 12:40 whatever. അത് കൺഫേം ചെയ്യുന്ന ടൈം വ്യത്യാസം രണ്ടുപേരുടെ ഉണ്ട്, ഇടയ്ക്ക് മറ്റാളുടെയും കൂടി കിട്ടും. ഇത് അച്ചാച്ചൻ്റെ എൻ്റെ കയ്യിലില്ലായിരുന്നു. അച്ചാച്ചൻ്റെ അച്ഛമ്മയാണ് സൂക്ഷിച്ചിരുന്നത്. അച്ഛമ്മയുടെ മരണശേഷം ഞാൻ അടുത്ത് പറക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. രണ്ടുപേരുടെ എൻ്റെ കയ്യിലുണ്ട്. അച്ഛമ്മയുടെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയത്. സ്വയം ഇത് ഞാൻ +2 NSS ലീഡറായിരുന്നു. അതിപ്പോൾ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നാലും ഞാൻ പറഞ്ഞു. NSS ലീഡറായിരുന്നു. അപ്പോൾ നമ്മുടെ NSSന്റെ ക്യാമ്പിൽ ആരെങ്കിലും വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ വിസിറ്റേഴ്സിന് നമ്മളൊരു താങ്ക്സ് നോട്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ അമ്മ വന്നിട്ട് പോയ സമയത്ത് അമ്മയ്ക്ക് കിട്ടിയ ഒരു ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കോൺവെക്കേഷന് കിട്ടുന്ന ഒരു പേപ്പർ പോലെ ഇങ്ങനെയായിരുന്നു. ആൻഡ് ഇതില് അന്നത്തെ നമ്മളെല്ലാവരും കൂടി ക്യാമ്പിന്റെ തലേന്ന് ഏതോ ഹൈസ്കൂൾ ക്ലാസ് റൂമിൽ ഇരുന്ന് എഴുതിയ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു എഴുതിയത്. അപർണയപ്പിയോ അവരാരൊക്കെയോ ആയിരുന്നു തോന്നുന്നു എഴുതിയത്. അപ്പൊ അതിന്റെ പേപ്പറാണ്. മനസ്സ് നന്നാവട്ടെ. യൂണിറ്റ് നമ്പർ 163 SCU GVHSS പട്ടണക്കാട്. അപ്പൊ ഇത് അമ്മയ്ക്ക് കിട്ടിയത്. അമ്മ വന്ന് വിസിറ്റ് ചെയ്തായിരുന്നു ഒരു ദിവസം ക്യാമ്പ്. അപ്പോൾ വന്നിട്ട് പോയ ദിവസം അമ്മയ്ക്ക് കിട്ടിയതാണ്. ഇത് ആരോ മേടിച്ചു തന്ന ഡയറി മിൽക്ക്, ആരോ മേടിച്ചു തന്ന ഗാലക്സി, ആരോ മേടിച്ചു. ഇത് മാള് മേടിച്ചു തന്ന എൻ്റെ അനിയത്തി. അത് ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ ഏതോ ഒരു ബർത്ത്ഡേക്ക് ഒരു 5 എണ്ണം അങ്ങനെ മേടിച്ച് സർപ്രൈസ് ആയിട്ട് എനിക്ക് നോക്കുമ്പോൾ ബർത്ത്ഡേ ലെറ്ററും ഈ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നു. ആ ലെറ്റർ നോക്കുമ്പോൾ കിട്ടും, കാണിച്ചു തരാം. പക്ഷെ ഇതൊക്കെ എനിക്ക് ആരാ മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതെന്താ സംഭവം, ഞാൻ ഒരാൾക്ക് ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താലും ഞാൻ അവരുടെ ചോക്ലേറ്റിന്റെ കവർ മേടിക്കും, എനിക്ക് അവർ പ്രിയപ്പെട്ടതാണെങ്കിൽ. അങ്ങനെ ആണെങ്കിലും മേടിച്ചു കൊടുക്കുള്ളൂ, വേറെ കാര്യം. എന്നാലും കേസ് പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുമല്ലോ. ഇതെനിക്ക് ശ്രുതി ചേച്ചി മേടിച്ചായിരുന്നു എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക്, എൻ്റെ 24ാമത്തെ ബർത്ത്ഡേക്ക്. ശ്രുതി രഞ്ജൻ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് കാർഡ്. പിന്നെ മൊത്തം ഫുഡായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് ഭക്ഷണത്തിലൂടെയാണ്. ആൻഡ് ഇത് വലിയ സാധനം കാണിച്ചത്. ഇത് മമ്മി എൻ്റെ കയ്യിൽ 5ാം ക്ലാസ് തൊട്ട് ഞാനൊരു +2 വരെ എഴുതിയ എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ 5 മുതൽ 9ാം ക്ലാസ് വരെയുള്ള ആ ഒരു 4 കൊല്ലം അല്ലേ, 5, 6, 7, 8, 9 സോറി 5 കൊല്ലം, 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതെങ്ങനെ പോയി എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഞാൻ സ്റ്റെപ്പ് ചെയ്ത് വെച്ചാൽ ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ വെയിറ്റ് കൂടിയിട്ട് എപ്പോഴും ഏതൊരു പോയിന്റ് വെച്ച് 2 ആയിപ്പോയി, 2 സെക്ഷനായി. ഒരു സെക്ഷൻ എൻ്റെ മിസ്സായി. അങ്ങനെ അതിനുശേഷം ഞാൻ ഇതൊരു ഫയലിലാക്കി വെച്ചത്. പക്ഷേ ഫയലാണ്, ഇവിടെ മറ്റേ സ്റ്റിക്ക് ഫയൽ ആയിരുന്നു. പക്ഷെ സ്റ്റിക്ക് ഇടാൻ പറ്റത്തില്ല ഇതിൽ, അത്രയ്ക്ക് ഫുൾ വലുതായി. ഞാൻ 2018 9/6/2018 ഞാൻ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. ക്വസ്റ്റ്യൻ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു തന്നെ 2018 കഴിച്ചതാണ്. ഇവിടെ വലിയ മാറ്റമൊന്നുമില്ല. 2018 എന്ന് പറയുമ്പോൾ ഞാൻ +2 പാസ്സായി കോളേജിലൊക്കെ ചേർന്ന ടൈം. 18 ഡിഗ്രി പാസ് ഔട്ട് ആവും. സോ +2 പാസ് ഔട്ട് ആവും. ഇതിലപ്പോ എൻ്റെ 9ാം ക്ലാസ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ബയോളജി, മറ്റേ ഐഡന്റിഫൈ ചെയ്യാൻ 9 മനസ്സിലാവാനുള്ളത്. കശുവണ്ടി പോലെ ഉണ്ടെന്ന് തോന്നുന്നു. 9 ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ 9 ഉണ്ട്. 9ാം ക്ലാസ് +1 +2 ആയപ്പോഴത്തേക്ക് നമുക്ക് കുറെ ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കണം എൻ്റെ ക്ലാസ്സിൽ. ബോട്ടണി മിസ് കണ്ടാന്ന് തോന്നുന്നു, അതിൻ്റെയൊക്കെ ഫോട്ടോ പ്രിന്റ് ഉണ്ട്. പിന്നെ മാർക്ക് അധികമൊന്നും ഇല്ലായിരുന്നെങ്കിലും പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ സീനിയേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മേടിച്ച് വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അങ്ങനെ
അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട്. സോ ഇത്രയും ഉണ്ട് സാധനം. ഞാൻ 9ാം ക്ലാസ് മുതൽ +2 വരെ എഴുതിയിട്ടുള്ള എക്സാംസ് ആണ്. ഇതിന്റെ പുറകില് ഞാൻ എഴുതി EPFO, അതൊരു UPSCയുടെ അണ്ടറിൽ വരുന്ന ഒരു എക്സാം. അതിന്റെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ UPSCയുടെ ഇതൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. എനിക്ക് പഴയ സാധനങ്ങളെ സ്മെല്ല് ഇഷ്ടം. അധികം സ്മെല്ലിയാൽ തുമ്മൽ വരും. ഇത് ഈ നേരത്തെ പറഞ്ഞ ഗ്രാൻഡ്മ മരിച്ചപ്പോൾ സഞ്ചയനത്തിന് വേണ്ടി നമ്മൾ പേപ്പർ അടിക്കത്തില്ലേ, നോട്ടീസ്, അതിന്റെ ബാക്കി വന്ന നോട്ടീസൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒക്കെ ചവിട്ടി മരിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ആസ് ലോങ് ആസ് EMAയുടെ ഫോട്ടോ ഇതിലുള്ളപ്പോൾ EMA ആണല്ലോ, എനിക്ക് എഫിൽ സങ്കടം, അതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചത്. ഇത് ഇന്നുവിടെ ഞാൻ ട്രിവാൻഡ്രത്ത് ഇന്നു എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് സ്റ്റേ ചെയ്തത്. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ് എക്സോട്ടിക്ക സ്റ്റോർ. ആ സ്റ്റോർ ഇപ്പം ഇല്ല, അവരടച്ചു. സോ ഇനി എക്സോട്ടിക്കന്ന് എനിക്കൊരു ബില്ല് കിട്ടില്ല, വേണമെന്ന് വെച്ചാലും. ഇത് അങ്ങനെയൊന്നും എടുത്തു വെച്ചതായിരിക്കില്ല, ഇത് അറിയാണ്ട് എന്റെ ബാഗിൽ വന്നിട്ട് ഞാൻ എടുത്ത് വെച്ചതായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ ബിൽസ് കാണുമ്പോൾ എടുത്ത് കളയുമല്ലോ. ഇത് ഞാൻ കളയാതിരുന്നതിന്റെ കാരണം ഷോപ്പ് അടച്ചു. പിന്നെ എക്സോട്ടിക്കയുടെ പേരിൽ ഒരു ബില്ല് കിട്ടില്ല. അതൊക്കെ എത്ര വലിയ കാര്യമാക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ആക്കണം എന്ന് വിചാരിച്ചാക്കുന്നതല്ല, ഞാൻ ആയി പോകുന്നതാണ്. ഇത് നേരത്തെ ബാക്കി ഫോട്ടോസ്. എന്റെ ലൈഫിൽ ആദ്യത്തെ എന്റെ വണ്ടി ബ്ലറാണ്. ഒരു റെഡ് കളർ മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു എനിക്ക്. അതിന് മോട്ടറില്ല, പക്ഷെ സൈക്കിൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ആരും പറയാണ്ട് നമുക്ക് ഫോട്ടോ എടുത്ത് തരുമല്ലോ. ഇന്ന് നമ്മൾ പുറകെ നടക്കണ്ടേ ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് ആദ്യം ഇട്ട പേര് വോൾഗ എന്നായിരുന്നു. എന്റെ ഇൻസ്റ്റ ID നോക്കിക്കഴിഞ്ഞാൽ ഡോണ സുരേഷ് വോൾഗ എന്നാണ് ഞാൻ ഇൻസ്റ്റ ID കൊടുത്തേക്കുന്നത്. പലരും ചോദിക്കാറുണ്ടെന്നാണ് വോൾഗ എന്ന്. എനിക്ക് ആദ്യം ഇട്ട പേര് വോൾഗ എന്നായിരുന്നു. എനിക്ക് സ്കൂളിലും അംഗനവാടിയിലൊക്കെ ചേർക്കുന്ന സമയത്താണ് വോൾഗ സുരേഷ് മാറ്റി ഡോണ സുരേഷ് എന്നാക്കിയത്. അപ്പോൾ എന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ആൽബത്തിലൊക്കെ ഇറ്റ്സ് ഹാപ്പി ബർത്ത്ഡേ വോൾഗ. എന്നെ ചോദിച്ചിട്ട് വരരുത്. വോൾഗയും ഞാനാണ്, ഡോണയും ഞാനാണ്. ഇത് NSSന്റെ ബുക്കാണ്, +2. ഇതിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ആക്ടിവിറ്റി ഒക്കെ എഴുതി ആ സമയത്ത് ലീഡർ ആയിരുന്ന വ്യക്തിയുടെ സൈൻ മേടിക്കണം. ആ സമയത്ത് പ്രോഗ്രാം ഓഫീസർ ആയിരുന്ന അധ്യാപകരുടെയും സൈൻ മേടിക്കണം. ആ സമയത്ത് ഗേൾസിൽ ഞാനും ബോയ്സിൽ ഡിനിൽ എന്ന് പറഞ്ഞിരിക്കുന്നതായിരുന്നു ലീഡർ. അപ്പൊ എൻ്റെ ഇതിൽ അവനാണ് ഒപ്പിട്ടേക്കണം, അവൻ്റെ ഞാൻ ഒപ്പിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മുടെ ആക്ടിവിറ്റീസ് ഇതാണ് എൻ്റെ +2 ഹെൽമെറ്റ്. അങ്ങനെയൊക്കെ. ഇത് നമ്മുടെ ഫസ്റ്റ് NSS ക്യാമ്പ് 2016 +1 അവിടെ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ക്യാമ്പ് ഈ നോട്ടീസിൽ എൻ്റെ പേരുണ്ട്, കാരണം ഞാൻ ലീഡർ ആയിരുന്നല്ലോ. ഇത് ആക്ച്വലി നമ്മൾ NSSൽ ലീഡേഴ്സ് ആയിരിക്കുമ്പോൾ ആരൊക്കെ വന്നു എന്ന് നമ്മൾ നോക്കണം, എല്ലാവരും നമ്മൾ വെൽക്കം ചെയ്യണം, നമ്മൾ ഫോൺ വിളിച്ച് ഇൻവൈറ്റ് ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എത്ര പേര് വരും എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ നമ്പർ ഇട്ട് വെച്ചതാണ്. ഇതിൽ എൻ്റെ പേരുണ്ട്, എവിടെയും ഉണ്ട്. ഞാൻ കൃതജ്ഞതയാണ് പറഞ്ഞത്. സോ കാണുമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഫോട്ടോ എടുത്തതിൻ്റെ കൂടെ ചേർക്കാം. ദിസ് ഈസ് ഡോണ സുരേഷ്, വോളണ്ടിയർ ലീഡർ. ഇത് അനൗൺസ് ചെയ്യുമ്പോൾ അവരും കുമാരി ഡോണ സുരേഷ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയായിരുന്നു. സോ ഇത് ഞാൻ ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ അനിയത്തി ബർത്ത്ഡേ ലെറ്റേഴ്സ് എഴുതി തരുമായിരുന്നു. ഇതതൊക്കെയാണ്. ഇത് ലാസ്റ്റ് ബർത്ത്ഡേക്ക് എഴുതി തന്നതാണ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ലാസ്റ്റ് ഇയർ ഡംബിൽ ഇട്ടായിരുന്നു. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് അന്ന് തന്നത്. ആ ചോക്ലേറ്റ്സിന്റെ കൂടെ എനിക്ക് ഹാപ്പി ബർത്ത്ഡേ, അതെനിക്ക് തോന്നുന്നു എൻ്റെ 19ാമത്തെയോ 18ാമത്തെയോ ബർത്ത്ഡേക്ക് ആയിരുന്നു. ഇത് മാളും അച്ഛൻ എഴുതി കൊടുത്തതാ.
പക്ഷെ അച്ഛനിങ്ങനെ സൂക്ഷിച്ച് വെക്കൂല. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കാതിരുന്നാൽ പിന്നെ അവർക്കും ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചു. ആൻഡ് ഇതെന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് അഭിരാമി അനിൽകുമാർ. അനിൽകുമാർ തന്നെ അല്ലേ? അഭിരാമി അനിൽ. അവളുടെ ഹൗസ് വാമിങ്ങിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്റെ കാർഡാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ടപ്പെട്ട അവരുടെ കാർഡ് ഞാൻ സൂക്ഷിക്കുന്നു. നേരത്തെ കല്യാണക്കുറി കാണിച്ച പോലെ. ആൻഡ് ട്രാൻഡ്രത്തായിരുന്ന സമയത്ത് ഒരു ടൈമിൽ കുറേ നാള് കറണ്ട് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ അവിടെ യൂസ് ചെയ്തിരുന്നു. ഇതെന്റെ ഫ്രണ്ടിന്റെ അഫ്രദിന്റെ ആണോ ശ്രുതി ചേച്ചിയുടെ ആണോ? അഫ്രദിന്റെ ആണെന്ന് തോന്നുന്നു. അവൻ എനിക്ക് തന്ന ഒരു പവർ ബാങ്ക് ആണ്. ഒരു കംപ്ലൈന്റ് ആണ്, കാരണം ഇത് ബൾജ് ചെയ്തിട്ടുണ്ടല്ലോ. ബട്ട് ആ സമയത്ത് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ കംപ്ലൈന്റും ആയി, തിരിച്ചരണ്ടെന്ന് പറഞ്ഞു തന്നതാണ്, കാരണം ഇത് കംപ്ലൈന്റ് ആയിരുന്നു ഓൾറെഡി. സോ ഞാൻ ഇലക്ട്രിക്കൽ വേസ്റ്റ്, ഈ വേസ്റ്റ് ആണ്. ബട്ട് കളയാൻ തോന്നിയില്ല, ഒരു ഓർമ്മയാണല്ലോ. ഇത് സ്റ്റേയും ഇവൻ തന്നെ ഒരു ടൂറ് പോയിട്ട് ചെന്നൈ ബീച്ചിൽ എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫ്രണ്ട്സിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നുള്ളൂ. എനിക്ക് കൊണ്ടുപോയി തന്ന സാധനം ഞാൻ ചെയ്തു. ബീച്ചില് അവന്റെ കാല് പതിഞ്ഞ മണ്ണാണെന്നും പറഞ്ഞൊരു കവറിലിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. മറ്റേ ഏത് മൂവിയിലായിരുന്നു? ടു കൺട്രീസിൽ പറയുന്ന പോലെ കപ്ലന്റ് വറക്കാൻ ആൾക്കാർ പലതും ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. അങ്ങനത്തെ ഞാൻ ആദ്യമായിട്ട് ബാസ്കിൻ റോബിൻസിൽ പോയിട്ട് ഐസ്ക്രീം കഴിച്ചതിന്റെ ടിഷ്യൂ പേപ്പർ ട്രാൻഡിൽ വെച്ചിട്ട് അവിടെ. അപ്പൊ അവർ നമുക്ക് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്യാം, സാമ്പിൾസ് എടുക്കാൻ പറ്റും. ആ സാമ്പിൾസിന് വേണ്ടി തന്ന സ്പൂൺ, നമ്മൾ ഐസ്ക്രീം കഴിച്ച സ്പൂൺ. വെയിറ്റ്, am I sound like 2 മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് 4 പല്ല് വന്നു. അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത്. കൊള്ളാമോ? ഇത് NSSന്റെ ഭാഗമായിട്ട്, കോളേജിൽ NSSൽ ഉണ്ടായിരുന്നു, മഹാരാജാസിൽ. അവിടുത്തെ NSSന്റെ ഭാഗമായിട്ട് നമുക്കൊരു 2 days ക്യാമ്പ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അല്ല, 2 പേർക്ക്. ഞാനും അഭിരാമിയാണ് അതിൽ നിന്ന് പോയത്. SH വെച്ചിട്ടായിരുന്നു. അപ്പൊ അതിന്റെ ബഡ്ജ്. അതുപോലെ ആ NSSൽ വർക്ക് ചെയ്തതിന്റെ നമുക്ക് NSS വോളണ്ടറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജാണ്. ഇത് കോളേജിലാണ്. സ്കൂളിൽ എൻ്റെ എവിടെയോ കിടപ്പുണ്ട്, ഏതൊരു പെട്ടി കിടപ്പുണ്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. സ്കൂളിൽ എനിക്ക് ലീഡർ ബാഡ്ജായിരുന്നു, ലീഡറിന് എഴുതിയ ബാഡ്ജായിരുന്നു. കോളേജിൽ എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ 1969, ഇഫ് ഐ എം നോട്ട് റോങ്, സെപ്റ്റംബർ 22-നാണ് NSS സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 2019 ആയപ്പോഴത്തേക്ക് 50 കൊല്ലമായി. അപ്പൊ 50 കൊല്ലമായപ്പോൾ 50ാമത്തെ വാർഷികത്തിന് സെലിബ്രേറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ മുഴുവൻ ഇങ്ങനത്തെ ബാഡ്ജായി. ഇതെനിക്കൊരാൾ മേടിച്ചെന്ന ക്രാബ് ഉണ്ട്. അയ്യോ, അതേ സ്വഭാവം. നേരത്തെ മണ്ണ് തന്നതിൻ്റെ കൂടെ കൊണ്ട് തന്ന സീഷൽസ്. കുറച്ച് സീഷൽസ്. ആരോ മേടിച്ചെന്ന ഗാലക്സി. ഇതെന്റെ അച്ഛൻ മേടിച്ചെന്ന, ഇത് മാള് മേടിച്ചെന്നാണെന്ന് തോന്നുന്നു. അതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ഇത് മറ്റേ ബാഡ്ജിന്റെ തന്നെ സെക്കൻഡ് പേപ്പർ. ഇത് കീറിപ്പോയപ്പോൾ ഞാൻ രണ്ടാമത് എഴുതി മേടിച്ചതാണ്. ആൻഡ് ദിസ് ഈസ് SSLCക്ക് എഴുതിയ 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ. SSLCക്ക് നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പരീക്ഷ ഉണ്ടാവുമല്ലോ. ആ 10 പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പറും എൻ്റെ അഡ്മിഷൻ ടിക്കറ്റ്, ഹോൾ ടിക്കറ്റും. ഇതാണ് ഞാൻ. ഹോൾ ടിക്കറ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ 10 ഉണ്ട്. പിന്നെ ഇതിൻ്റെ ചോട്ടിൽ ഞാൻ എക്സാം എഴുതാൻ ഉപയോഗിച്ച 2 ബ്ലാക്ക് പെന്നും ഉണ്ട്. 2 ഞാൻ തീർത്തു. ഇത് സെപ്പറേറ്റ് SSLC എന്തോ ലൈഫ് ടേണിങ് മൊമെന്റ് ആണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് വേറൊരു കവറിലൊക്കെ ഇട്ട് വെച്ചു. പക്ഷെ വലിയ ടേണൊന്നും സംഭവിച്ചില്ല. മീൻസ് പാസ്സായി. അതിനപ്പുറത്തേക്ക് അതൊരു വലിയൊരു എന്തായാലും പാസ്സായി. ബാക്കി ഫോട്ടോസ് സ്റ്റാറ്റേഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ഫോട്ടോസാണ്. ഇത് നല്ല രീതിയിൽ നശിച്ചു. എൻ്റെ നല്ലൊരു ഫോട്ടോ ആയിരുന്നു. എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല, ബട്ട് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. നല്ല ചക്ക പോലത്തെ ഒരു കൊച്ചാണ്. ഞാൻ പോയിട്ട് എന്റെ കൊച്ചാന്ന് പോലും പറയത്തില്ല, കാരണം ഈ ശരീരത്തിൽ നിന്ന് ഇത്രയും മണ്ണുള്ളൊരു കൊച്ചു ജനിക്കുമെന്ന് അറിയില്ല.
ഇതൊക്കെ പോയി. മെഷീനിൽ നാറാണക്കല്ലെടുത്തു. ഇത് ഞാൻ ലൈഫിൽ ആദ്യമായി ഒരു 3D മൂവി കാണാൻ പോയപ്പോ കിട്ടിയതാണ്. ആൻഡ് ഇത് ഞാൻ തിയേറ്ററിൽ നിന്ന് ചൂണ്ടി. ആക്ച്വലി തിയേറ്ററിൽ നിന്ന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവരത് നമ്മളവിടെ വെച്ചാലും അവരെടുത്ത് കളയും, ഒരു വേസ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ബട്ട് ദെൻ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാ പോയി. ആ മൂവിയുടെ പേര് ഞാൻ മറന്നുപോയി. ഏതോ ഒരു മാർവൽ മൂവി ആയിരുന്നു, ഞാൻ ഓർത്താൽ പറയുന്നതായിരിക്കും. ഇതുപോലെ എന്തോ നേരത്തെയും പറഞ്ഞായിരുന്നല്ലോ, അത് തന്നെ മറന്നുപോയി ഞാൻ. എന്റെ മെമ്മറിനെ കുറിച്ച് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിക്കാണു അല്ലേ. ഇത് ഞാൻ എന്ത് പറഞ്ഞാലും കോളേജ് സ്കൂളിൽ പഠിക്കുമ്പോൾ 5-ലോ 6-ലോ എന്തോ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ ക്ലാസ്സിൽ സീനു എന്ന് പറയുന്നൊരു കുട്ടിയാണ്, ക്രിസ്ത്യനാണ്. അപ്പൊ അവരുടെ കുരിശുമാല ഇട്ടുകൊണ്ട് വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു കുരിശുമാല കൊണ്ട് തരുമെന്ന്. അന്ന് 5-ലോ 6-ലോ സീനു എനിക്ക് കൊണ്ടു തന്ന കുരിശുമാലയാണ്. അന്നെടുത്ത് വെച്ചാണ് ഇപ്പോഴും കയ്യിലുണ്ട്. ഞാനൊരു വിശ്വാസിയല്ല, ഈ വിശ്വാസി എന്നല്ല, ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. ബട്ട് ഇതൊരു ക്യൂട്ട് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നതല്ലേ നേരത്തെ. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ട്രാവൽ ചെയ്തതിൻ്റെ ട്രെയിൻ ടിക്കറ്റാണ്. ഇതിൽ എൻ്റെ കുറേ പഴയ പാസ്പോർട്ട് സൈസ് ഫോട്ടോസാണ്. ഇതെല്ലാം പോയിട്ടുണ്ടാവും. ഞാൻ +2-നാണ് കേട്ടോ NSS ചേർന്നത്. 10ാം ക്ലാസ് വരെ ഞാൻ ഗൈഡായിരുന്നു, മറ്റേ ബാഡ് സ്കൗട്ട് ആൻഡ് ഗൈഡ്. അതിൻ്റെ ഫോട്ടോ. ഇതിൻ്റെ എവിടെയോ EMAയുടെയും ഫോട്ടോ. ആരോ മേടിച്ചെന്ന ഗാലക്സി, നേരത്തെ ബാസ്കിൻ റോബിൻസിന്റെ ബാക്കി സ്പൂൺ. ഇതും ഫോട്ടോയാണ്. ഇതെന്റെ ഇതായിരുന്നു സുഗമ ഹിന്ദി, 2016-ലെ സുഗമ ഹിന്ദി. A+ ഒക്കെ ഉണ്ടായിരുന്നു. ദി തിങ് ഈസ്, ഹിന്ദി അറിയാത്ത ഏത് പൊട്ടനും സുഗമ ഹിന്ദി എഴുതി A+ മേടിക്കാം എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. കാരണം എനിക്ക് ഹിന്ദി അറിയത്തില്ല, സീരിയസ്ലി അറിയത്തില്ല. മേരാ നാം ഡോണ ഹേ ആണോ ഹുമാണോ ഹേ ആണോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്നിട്ട് എനിക്ക് കിട്ടിയ A+, കാണപ്പണം പഠിക്കാൻ പറ്റും. ആൻഡ് ഇത് ബർലെ സ്കൗട്ട്, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ഉണ്ടായിരുന്നു. അതിൽ എക്സാം എഴുതി പാസ്സായതാ. രാജ്യപുരസ്കാർ. രാജ്യപുരസ്കാർ ഈസ് സംതിങ് നാഷണൽ വൈസ്, അതായത് നമുക്ക് രാഷ്ട്രപതി നമുക്ക് തരുന്നതാണ് കേട്ടോ ഇത്. ദേശം നമ്മൾ അംഗീകരിക്കും, ദേശം എന്ന് പറയാം, രാജ്യം നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവാർഡാണിത് നമ്മുടെ സേവനത്തിന്. അത് ഞാൻ എഴുതി പാസ്സായിട്ടുണ്ട്. ഇത് മൊത്തം സ്കൂൾ കലോത്സവം. ഒരു 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ്, 5ാം ക്ലാസ് വരെ ഞാൻ ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലായിരുന്നു. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വാലുമ്പോ തീ പിടിച്ച പോലെയായിരുന്നു. കണ്ട എല്ലാ കോമ്പറ്റീഷനും ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ലൈക്ക് എന്റെ ശബ്ദം വെച്ച് ഞാൻ പാട്ട് പാടാൻ പോകുമായിരുന്നു. ഞാൻ കവിത ചൊല്ലാൻ പോയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്തോ വയലാറിന്റെ ആത്മാവിലൊരു ജിത അതൊക്കെ പഠിച്ച് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ എല്ലാ ഗ്രൂപ്പിലും ഞാൻ ചാടിക്കയറി പോകുമായിരുന്നു, അവരെന്നെ എടുക്കുമെങ്കിൽ. അങ്ങനെ പിന്നെ എഴുത്ത് പരിപാടിക്ക് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് കേട്ടോ. അതിപ്പോ essay ആണെങ്കിലും കവിതയാണെങ്കിലും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ പാട്ട് പാടാൻ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇത് മുദ്രാവാക്യ രചന മത്സരമാണ്. അങ്ങനെ സ്ലോഗൻ ഹിന്ദിക്ക് ഫസ്റ്റ് വേണ്ട. അത് ഞാൻ പറഞ്ഞു ഹിന്ദി അറിയില്ലെങ്കിൽ എനിക്ക് തള്ളി മാർക്ക്. ഞാൻ ഇംഗ്ലീഷ് വന്നപ്പോഴത്തേക്കും സ്ലോഗനിന് സെക്കൻഡ്. മലയാളത്തിൽ പങ്കെടുത്തില്ലേ ഞാൻ? അതെന്താണ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പലയിടത്തും കാണാം കേട്ടോ. ഇംഗ്ലീഷിനും ഹിന്ദിക്കും പോയിട്ടുണ്ടെങ്കിൽ മലയാളത്തിനും പോയിട്ടുണ്ടാവും. ഹിന്ദിക്ക് ഫസ്റ്റ്, ഇംഗ്ലീഷിന് സെക്കൻഡ്. തിരുവാതിര ഗ്രൂപ്പ് 3rd പ്രൈസ്. വഞ്ചിപ്പാട്ട് ഫസ്റ്റ് ഗ്രൂപ്പാണ്. മുദ്രാവാക്യ രചന മലയാളം ഫസ്റ്റ് 1. ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷിനും ഹിന്ദിക്കും പോയിട്ടുണ്ടെങ്കിൽ മലയാളത്തിനും പോകും. ഇത് ഞങ്ങൾ സ്കൂൾ SSLC 10ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും ഈ മോഡൽ പാർലമെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റിലെ മോഡലിംഗ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിക്കണം. എല്ലാ സ്കൂളുകളും ഒരു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും.
അതിനെ റെപ്രസെന്റ് ചെയ്ത് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ്, പ്രോത്സാഹന സമ്മാനം. ഫസ്റ്റ് ഒക്കെ വേറെ ഏതോ സ്കൂളിലായിരുന്നു. ഇതേതോ മാത്സ് ഫെയറിനും അതിന് ഞങ്ങൾ മാഗസിൻ വെച്ചായിരുന്നു അതിന്. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ടാലന്റ് സെർച്ച് അവർ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവർ പ്രോത്സാഹിപ്പിച്ചു വിട്ടു. ഇത് വഞ്ചിപ്പാട്ട്, എല്ലാ വർഷവും വഞ്ചിപ്പാട്ട് ചേരുമായിരുന്നു. ലൊക്കേഷൻ മലയാളം, സ്റ്റോറി റൈറ്റ് ഇംഗ്ലീഷ് 3rd പ്രൈസ്, ലൊക്കേഷൻ മലയാളം 3rd, വഞ്ചിപ്പാട്ട് പിന്നെ ഫസ്റ്റ്, ലൊക്കേഷൻ മലയാളം 2nd. കാണിക്കേണ്ട എല്ലാ പരിപാടിക്കും ചേരുമായിരുന്നു. അത് ഒറ്റയ്ക്കാണെങ്കിലും ഗ്രൂപ്പായിട്ടാണെങ്കിലും. ഒരു തരം കിക്കായി തുടങ്ങി എനിക്ക് ഒരു ടൈം കഴിഞ്ഞപ്പോൾ. അതിന് എന്ത് സംഭവം എന്നറിയില്ല. പക്ഷെ അത് 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. +1 കയറിയിട്ട് സ്റ്റേജിലും കണ്ടിട്ടില്ല, കലോത്സവം മറ്റുള്ളവരുടെ പ്രോഗ്രാമിന് എല്ലാണ്ടും കണ്ടിട്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഞാനും ഒരു വർണ്ണപ്പെട്ടമായിരുന്നു. ഇത് മഹാരാജാസിൽ അഡ്മിഷൻ ടൈമിൽ അടച്ച ബില്ലുകളാണ്. ഇതിന് 500 രൂപ, ഇതിന് 33 രൂപ. അഡ്മിഷൻ ടൈമിൽ ആ സ്റ്റേജിൽ കയറി അഡ്മിഷൻ എടുക്കാനാണ് പിന്നെ സ്റ്റേജിൽ കയറിയത്. അപ്പൊ ഞാൻ പറഞ്ഞ 2 പേരുടെയും ECG ഇല്ലേ, അല്ലെങ്കിൽ അത് ആരുടെയാന്ന് എനിക്ക് അറിയില്ല. 2 പേരുടെയും സെക്കൻഡ് പേഴ്സൺ നേരത്തെ കാണിച്ചത്. ഇതെന്റെ +2 ഹോൾ ടിക്കറ്റ്. ഇത് 10ാം ക്ലാസ്സിന് A+ കിട്ടിയിട്ട് NB വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഒരു പൊൻതൂവൽ എന്ന് പറഞ്ഞ മെറിറ്റ് അവാർഡ് ഉണ്ടായിരുന്നു, എല്ലാ വർഷവും കൊടുക്കുമായിരുന്നു. അപ്പൊ 2016 SSLCക്ക് A+ കിട്ടുമ്പോൾ കിട്ടിയതാണ് പൊൻതൂവൽ. ഇതിന്റെ ഒരു ട്രോഫി ഉണ്ട് കേട്ടോ, എവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്ത് കാണിച്ചത്. ഇതൊരു പൊങ്ങച്ചം പറയുന്ന പോലെ ആയിപ്പോയി. ഇത് മഹാരാജാസിലെ NSSന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പൂരിപ്പിച്ച് കൊടുക്കണമായിരുന്നു. ഞാൻ പൂരിപ്പിച്ച് കൊടുത്തു. ഒരെണ്ണം ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചതാണ്. NSSന്റെ ക്യാമ്പിന് പോയെന്ന് പറഞ്ഞില്ലേ SHല്, അവിടെ അടച്ച ബില്ലിന്റെ പേപ്പർ. അഭിരാമി A 300 ഓൺലി. ഞാനും അഭിയും കൂടിയാണ് പോയത്. എന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും അബിയുടെ കയ്യിലുണ്ട്. അബി ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇനിയെങ്കിലും ആ സർട്ടിഫിക്കറ്റ് എനിക്ക് തിരിച്ചു തരണം. ആ സർട്ടിഫിക്കറ്റിന് മിസ്. ഇത് നേരത്തെ പറഞ്ഞ പൊൻതൂവൽ അവാർഡിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. മോളെ വന്ന് മേടിച്ചിട്ട് പോടി എന്ന് പറഞ്ഞ സാധനം. പിന്നെ എന്ത് കുറേ സർട്ടിഫിക്കറ്റ്സ്. ഇത് നമ്മുടെ TC പോലെ. ഇത് NS മറ്റേ ഗൈഡിന്റെ പേപ്പർ. ഇത് കൈരളി വിജ്ഞാന പരീക്ഷ. നമ്മുടെ ഹിന്ദിക്ക് സുഗമ ഹിന്ദി എന്ന് പറയുന്ന പോലെ മലയാളത്തിനുള്ള ഒരു എക്സാം ആണ് കൈരളി വിജ്ഞാന പരീക്ഷ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിൽ BO CO C. പിന്നെ ഇത് ഗേൾസ് ഫെസ്റ്റ്. ഗേൾസിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു തുറവൂർ സ്കൂളിൽ. അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്റെ സർട്ടിഫിക്കറ്റ്. ഗൈഡ് ആദ്യം വളമംഗലം സ്കൂൾ, അതായത് ഞാൻ 10 വരെ പഠിച്ച സ്കൂളിലെ സർട്ടിഫിക്കറ്റ്, കലോത്സവ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയായിരുന്നു. പിന്നെയാണത് ഇങ്ങനെയായത്. അപ്പോൾ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ തിരുവാതിര A ഗ്രേഡ്. പിന്നെ ഇതിലുള്ളത് ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ സീനിയർ ആയിരുന്ന കരുണ ചേച്ചിയും സുരഭി ചേച്ചിയും അവർ 2 പേരും സ്കൂൾ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ, അതായത് മൂന്നാറല്ല മൈസൂരായിരുന്നു പോയത്, ഊട്ടി വഴി. അപ്പം ഊട്ടി പോയിട്ട് വന്നപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് തന്നതാണ് ഊട്ടിപ്പൂ. കൊണ്ടുവന്നപ്പോൾ ഇത് മഞ്ഞയായിരുന്നു. ഊട്ടിപ്പൂവിന് എന്തോ ഇംഗ്ലീഷിൽ പറയുന്നത് മരിക്കാത്ത പൂവെന്നെന്തോ ആണ്. അല്ല മീൻസ് വേറെ ഇംഗ്ലീഷിൽ വേറെ പേരുണ്ട്. ഇതാണ് അർത്ഥം വരുന്നത്, അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഇത് മരിക്കൂ ബേസ്. ഇത് തന്നപ്പം മഞ്ഞയായിരുന്നു. ഇതിപ്പോ ഒരു കോഫി ബ്രൗൺ, ബട്ട് ഒരു ഭംഗിയുള്ള ബ്രൗൺ, ഒരു ഗോൾഡൻ ബ്രൗൺ. അത് ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 2 മാത്രമേ ഉള്ളൂ. ഈ ഒരു ഒറ്റ പീസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ നിൽക്കുമായിരുന്നു. അത് ഒടിഞ്ഞു പോയി. ഇത് ഞാൻ കോളേജിൽ നിന്ന് ടൂർ പോയപ്പോൾ മറയൂർ പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ച ലോലിപോപ്പിന്റെ കവറും സ്റ്റിക്ക്. 10 രൂപയുടെ വലിയ ഈ പമ്പരം പോലെ ഇരിക്കുന്ന പല കളറുള്ള ലോലിപോപ്പില്ലേ, അതെ. ട്രിവാൻഡ്രത്ത് നിന്ന് നടക്കാൻ പോകുമായിരുന്നു രാവിലെ. അപ്പൊ എവിടെയോ പറിച്ച ബൊഗെയിൻ വെല്ലയുടെ പൂവ്. ഇത് വൈറ്റ് ആയിരുന്നേ, ഈ കളറ്. ഇത് കോളേജിലെ ഫെയർവെല്ലില് നമ്മുടെ ജൂനിയേഴ്സ് നമുക്ക് തരുന്നതാണ്. ക്യൂട്ട് എന്ന് ഞാൻ തന്നെ പറയുന്നു. ഇത് മാളുവിന്റെ, എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്, ഐ തിങ്ക് നേഹ, ഐ ആം നോട്ട് റോങ്, നേഹ എനിക്ക് വരച്ചു തന്നത് ഞാനാണ്.
Yeah. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് കൃഷ്ണേന്ദു കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ വരച്ചതാണ്. ലക്ഷം കുറച്ചും കൂടി വണ്ണമുണ്ടല്ലേ. ഹെയർ സ്റ്റൈൽ അടക്കം സെയിം, ബട്ട് ഫേസ് മാറി. മഹാരാജസിൽ ജോയിൻ ചെയ്തപ്പോൾ പഠിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ മഹാരാജാസ് ഓട്ടോണോമസ് തപ്പി അവിടുത്തെ സിലബസ് എന്താണെന്നൊക്കെ നോക്കി 6 സെം തിരിച്ച് എഴുതി വെച്ചതാണ്. പക്ഷെ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഇതൊക്കെ ഞാൻ മറന്നു. ഇത് പിന്നെ ആ സമയത്ത് എന്തൊക്കെ പേപ്പർ ഹാജരാക്കണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് ടിക്കറ്റ് പോയതാണ്. ആപ്ലിക്കേഷൻ പ്രിന്റ്, ABC ഫോം, TC, CC, SLC ഒറിജിനൽ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് NSSന്റെ ഭാഗമായിരുന്നു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ് +2. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നാലും ഐ ഹാവ് ഫ്യൂ മോർ. ഇതെൻ്റെ ഒരു ഡയറിയാണ്. സോറി, എനിക്ക് എൻ്റെ ലൈഫിൽ ചില വർഷങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് തോന്നില്ല ഈ വർഷം എന്തോ എൻ്റെ ലൈഫിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ മലമറിക്കും എന്നൊരു ഇൻസ്റ്റിങ്ക്റ്റ് തോന്നുമ്പോൾ ഞാനൊരു ഡയറി മേടിച്ചങ്ങ് എഴുതാൻ തുടങ്ങും. അങ്ങനെ 2022 എഴുതാൻ കാരണം 2023 എൻ്റെ ഫസ്റ്റ് UPSC അറ്റംപ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ വർഷം എൻ്റെ ലൈഫ് കൊണ്ട് മലമറിക്കുമെന്നും പറഞ്ഞ് ഞാൻ 2023 മേടിച്ച ഒരു ഡയറിയാണ്. ഇതിൽ എൻ്റെ എക്സാം പ്രിപ്പറേഷൻ മൊത്തം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ലാതെ ആവുന്നത് പോലെ ആരുമില്ലാതെയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെൻഡി ആയിരിക്കും. ഒബ്വിയസ്ലി പരീക്ഷ എഴുതിയല്ലേ. ആ സമയത്ത് ഭയങ്കര ഡിപ്രഷനും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതെ, അതിന്റെ ഹോൾ ടിക്കറ്റ്. ആൻഡ് ഇത് അതുപോലെ 2021 ഡയറിയാണ്. ഇത് അങ്ങനെ 2022 അങ്ങനെ അടിപൊളിയാവും എന്നുള്ള രീതിയിലല്ല. ഇതിന്റെ പഠിക്കാൻ വേണ്ടി ഞാൻ ഡയറി അല്ല, ഇതിന്റെ റഫ് നോട്ടായിരുന്നു. ഇത് മൊത്തം UPSCക്ക് വേണ്ടിയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ചതിൻ്റെയാണ്. ഈ ബുക്കും ആ ബുക്കും കൂടി കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡയറിനോട് സഹതാപം തോന്നും. കാരണം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ വന്നല്ലോ എന്ന് തോന്നും. +2 ഡിഗ്രി സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ആൽഗോരിതം ടേബിൾ. ആ ആൽഗോരിതമൊക്കെ മാറി ഇപ്പം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ആൽഗോരിതം നോക്കിയിരിക്കുന്നു. നമ്മളല്ല, ഞാൻ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് കളക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ്. ലൈക്ക് ദിസ് ഈസ് വാട്ട് ഐ ആം ഓർ ഹു ഐ ആം. ഞാൻ ഇത്രയും നാൾ കൊണ്ട് ആസ് എ പേഴ്സൺ മാറുന്നതിനനുസരിച്ച് ഞാൻ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ്. അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് തോന്നി ചെയ്തു. So thanks for watching. See you.